വേദനകളും പരിഹാസങ്ങളും വിമർശനങ്ങളുമെല്ലാം നിറഞ്ഞ ദിവസങ്ങൾ. വിജയങ്ങൾക്കുമുപരി ഒത്തിണക്കത്തോടെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കാനാവാത്ത ഒരുപാട് മത്സരങ്ങൾ. ക്ലബ്ബ് തലത്തിലെ രാജാക്കന്മാർക്ക് പലർക്കും ബ്രസീൽ നാഷണൽ ടീമിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ മാറി മാറിയെത്തിയ മാനേജർമാർക്കും കാനറിക്കാരെ കരകയറ്റാൻ ആവുന്നില്ല. തങ്ങളുടെ ചിരവൈരികളായ അർജന്റീന ലോകകപ്പിലേക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് ഉറപ്പിച്ചെങ്കിലും വേൾഡ് കപ്പ് രാജാക്കന്മാർക്ക് അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മഹാരഥന്മാരുടെ ലെഗസിയുള്ള ബ്രസീൽ മോശം കാലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ നിന്ന് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. രാജ്യത്തിന്റെ അകത്ത് നിന്ന് മാത്രം പരിശീലകരെ നിയമിച്ചിരുന്നവർ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇറ്റലിക്കാരനെ ബ്രസീലിന്റെ അമരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ലോക ഫുട്ബോളിലെ ഒട്ടുമിക്ക വലിയ ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ചിട്ടുള്ള പല വമ്പന്മാർക്ക് മുമ്പിലും പാറ്റിത്തെളിഞ്ഞ ഡോൺ കാർലോയെ റെക്കോർഡ് സാലറിക്കാണ് ബ്രസീൽ തട്ടകത്തിലെത്തിച്ചത്. ബ്രസീൽ ടാലന്റുകളെ കൃത്യമായും വ്യക്തമായും അറിയാവുന്ന കളിശൈലി നന്നായി പഠിച്ച കാർലോക്ക് കൂടുതൽ വിയർക്കേണ്ടി വരില്ല. ചുമതലയേറ്റെടുത്തതിൽ പിന്നെ തനിക്ക് വേണ്ടവരെയെല്ലാം ടീമിലെത്തിച്ച് വേൾഡ് കപ്പ് എന്ന ലക്ഷ്യവുമായി അയാൾ ടീമിനെ സജ്ജമാക്കുന്നുണ്ട്. 6ാം കിരീടമാണ് ലക്ഷ്യമെന്നും വിനിയെ നിങ്ങൾ എങ്ങനെയാണോ മാഡ്രിഡിൽ കാണുന്നത് അതുപോലെ ബ്രസീലിലും നിങ്ങൾക്ക് വൈകാതെ കാണാനാകുമെന്ന് പ്രസ്താവന നടത്തിക്കൊണ്ട് വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരത്തിന് വേണ്ടി തയ്യാറാകുന്നു. അനുഭവിച്ച വേദനകൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം മറുപടി കൊടുക്കാൻ ആഞ്ചലോട്ടിയിലൂടെ തങ്ങൾക്ക് സാധിക്കുമെന്നും ആരാധകർ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. തങ്ങളുടെ പഴയ പ്രതാപകാലത്തേക്ക് ടീമിനെ തിരികെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചു. ആദ്യ മത്സരത്തിൽ കരുത്തരായ ഇക്വഡോറിനെ സമനിലയിൽ തളച്ചുകൊണ്ട് ബ്രസീലിന് വേണ്ടിയുള്ള അരങ്ങേറ്റം ആഞ്ചലോട്ടി ഗംഭീരമാക്കുന്നുണ്ട്. പിന്നീടുള്ള പരാഗ്വെക്കെതിരെയുള്ള മത്സരത്തിൽ വിനീഷ്യസിന്റെ ഏക ഗോളിന്റെ ബലത്തിൽ കാർലോയും സംഘവും 2026 വേൾഡ് കപ്പിലേക്ക് മാർച്ച് ചെയ്യുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ലോകകപ്പ് പോലും നഷ്ടപ്പെടാത്ത ബ്രസീൽ ചരിത്രം ആവർത്തിക്കുന്നു. അജീരായി എത്തിയ പരാഗ്വയെ തകർത്തുകൊണ്ട് രാജകീയമായി 2026 വിശ്വവേദിയിലേക്ക് ബ്രസീൽ കടന്നു വരുന്നു. ഇന്ന് ബ്രസീൽ ആരാധകർ കൂടുതൽ സന്തോഷകരാണ്. അവർ ആഗ്രഹിച്ച ടീം തിരിച്ചുവരവിന്റെ പാതയിലാണ്. പരാഗ്വെക്കെതിരെയുള്ള അവസാന വിസിൽ വരെ പ്രതിരോധം കെട്ടുറപ്പോടെ കാത്തുകൊണ്ട് ഓരോ താരങ്ങളും ഒരുപോലെ കളിക്കുന്നത് മത്സരത്തിൽ ദൃശ്യമായിരുന്നു. എപ്പോഴും ഗോൾ ദാഹവുമായി മുന്നേറ്റ താരങ്ങളും കൂടുതൽ അഗ്രസീവായിക്കൊണ്ട് മിഡ്ഫീൽഡ് ഭരിക്കുന്നവരും വർഷങ്ങളായി കാണാതിരുന്ന ഫൈറ്റിംഗ് മെന്റാലിറ്റിയുമെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു. പഴയ പ്രതാപകാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം ബ്രസീൽ തുടങ്ങുകയാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ബ്രസീൽ മാഞ്ഞുപോയി എന്ന് പറഞ്ഞവർക്ക് മുമ്പിലൂടെ തന്നെ രാജകീയമായി ലോകകപ്പിലേക്ക് അവർ എത്തുകയാണ്. നെയ്മർ അടക്കം പരിക്കേറ്റ താരങ്ങൾ കൂടി അവൈലബിൾ ആയാൽ പിന്നെ ബെഞ്ച് സ്ട്രെങ്ത്തും കൂടുതൽ ശക്തിപ്പെടുത്താൻ ബ്രസീലിന് സാധിക്കും. താരങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മെന്റാലിറ്റിയിലുമെല്ലാം മാറ്റങ്ങൾ കാണുമ്പോൾ ഓരോ ആരാധകർക്കും ഒന്നേ പറയാനുള്ളൂ: കാർലോ ആഞ്ചലോട്ടിക്ക് ഇവിടം ഒരു വിപ്ലവം തീർക്കാനാകും. വേൾഡ് കപ്പ് ഫേവറേറ്റുകളായി ബ്രസീൽ അവിടെ തന്നെയുണ്ടാകും.